ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സോയ ചങ്ക്സ് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്താലോ. അപ്പോൾ സോയ ചങ്ക്സ് റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ബീഫ് ചെയ്യുന്നതാണ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ബീഫ് കഴിക്കാത്തവർ, ഇപ്പോൾ ഒരുപാട് പേര് ബീഫ് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഈ സോയ ചങ്ക്സ് എങ്ങനെയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് കഴുകിക്കൊണ്ടുവരട്ടെ. ഞാനൊരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത സോയയാണ്. അപ്പോൾ ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വേവിക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക്. ഇനി നിങ്ങൾ ഇങ്ങനെ വേവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സോയയിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചാലും മതിയാവും. ഇതിപ്പോൾ ഞാൻ വേവിക്കാൻ വയ്ക്കുക. സോയ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മുടെ സോയ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് സോയയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ ഒക്കെ ചീത്തയാവും. ഇതിനകത്തോട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചേക്കാം. നമുക്ക് ഇപ്പോൾ സോയ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതായത് ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 7-8 വെളുത്തുള്ളി അല്ലി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ക്രഷ് ചെയ്തെടുക്കേ പാടുള്ളൂ. ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, അത് കുറച്ച് വേണം. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് കടുകല്ല ആദ്യം പൊട്ടിക്കുന്നത്, പച്ചമുളകും ഇഞ്ചിയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. തേങ്ങാക്കൊത്തൊക്കെ കൂടുതലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ നിറമൊന്നും ആകണ്ട, എന്നാലും അത് ഒരുമാതിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി, ഇനി ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ബാക്കി മൂക്കാനുള്ള ആ തേങ്ങ കൂടെ ഈ സവോള ട്രാൻസ്പെറൻ്റായി വരുന്ന സമയം കൊണ്ട് മൂത്തിട്ടുണ്ടാകും. നമ്മുടെ സവോളയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സോയാബീൻ ഉപ്പിട്ടാണ് വേവിച്ചത്. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ സവോള നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടി, നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറച്ചിക്കറിക്കായാലും അതുപോലെ തന്നെ ഇറച്ചിയുടെ എന്ത് ഐറ്റംസിനാണെങ്കിലും നമ്മൾ ഇച്ചിരി പെരിഞ്ജീരകം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പം അതിന് എന്താ ചെയ്യേണ്ടത്? തുടരെ ഇളക്കാം. നല്ല ഒരു റോസ്റ്റ് ആയ മണം വരും.
നമ്മുടെ പൊടിയെല്ലാം കിടന്ന് റോസ്റ്റായ മണം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ച ചൊവയൊക്കെ മാറി അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ വേകണമെന്നില്ല, എന്നാലും അത് നന്നായിട്ട് വെന്ത് അതിനോടൊന്ന് ചേരണം. ഇപ്പം ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അത് നല്ലോണം വെന്തതിനകത്ത് ചേരും. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്മെല്ല. കണ്ട നമ്മുടെ തക്കാളിക്ക് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. സോയ നന്നായിട്ട് പിഴിയണം. പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ചൊവ അതിനകത്ത് നിൽക്കും, അത് വരാൻ പാടില്ല. വലിയ സോയ എടുക്കുന്നതാണ് ടേസ്റ്റ്, ചെറുതിനേക്കാളും ടേസ്റ്റ് വലുതിനാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഗ്രേവി ഒരിടത്ത് തന്നെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഗ്രേവി ആയിട്ട് നമ്മുടെ സോയ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ സോയയ്ക്ക് വേവിക്കുമ്പോൾ വേണം ഉപ്പ് ചേർക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ സോയയുടെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തേക്കുന്നത്. ഈ സോയയും നമ്മുടെ ഈ മസാലയും കൂടെ ഒന്ന് ചേർന്ന് വരണം. കണ്ടോ, നമ്മുടെ സോയ എല്ലാം മസാലയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവി വേണം. അതിനായിട്ട് നമ്മൾ നല്ല ചൂട് വെള്ളം വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ സ്ട്രക്ചർ തന്നെ അങ്ങ് മാറിപ്പോവും. അത് തന്നെയല്ല, ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രമിക്കും. ഞാൻ ദേ വെള്ളം ചേർത്ത് കൊടുക്കാണ്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ റോസ്റ്റാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് ഗ്രേവി വേണോ താനും, അപ്പം അതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. അതായത് ആ സോയയുടെ ആ സമമായിട്ട് തന്നെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് പറ്റിച്ചെടുക്കണം. ഇച്ചിരി കൂടെ വെള്ളം എനിക്ക് വേണ്ടതുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആ വെള്ളം, നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടെ ഒന്ന് പറ്റണം. ഇതേ നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.